കുഞ്ഞുങ്ങള് ദൈവം നൽകുന്ന വരമാണ്. അവരെ ഏറ്റവും ഭംഗിയായി സന്തോഷമായി കൊണ്ടു നടക്കുന്നതാ ദൈവത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കീർത്തി, പോയി നിന്റെ ബാഗ് എടുത്തോ. അനു, നീ വന്നോളൂ. അയ്യോ അമ്മേ, അമ്മ എന്തിനാ മുടി ചീക്കി കൊടുക്കുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. നീ അടുക്കളയിൽ ജോലിയിലായിരുന്നില്ലേ ഭവനെ? കാർത്തികയാണെങ്കിൽ കുട്ടികളുടെ മുടി കെട്ടാൻ അറിയില്ലെന്നും പറഞ്ഞു. വസു ഉണ്ടായിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഇല്ലായിരുന്നു. അബിയും വസുവും വൈകുന്നേരം ആവുമ്പോഴേ വരുള്ളൂ എന്ന് തോന്നുന്നു. അത് സാരമില്ലെന്നേ, എല്ലാവരും പുറത്തേക്ക് പോയിരിക്കല്ലേ. കുറച്ചു സമയത്തേക്ക് ഈ വീട്ടിലെ ടെൻഷനൊക്കെ മറന്നു കളഞ്ഞിട്ട് സമാധാനമായി സന്തോഷമായി ഇരിക്കട്ടെ. അവർക്കെല്ലാം ജോലിയും സന്തോഷവും, എനിക്കാണെങ്കിൽ വഴക്കും വയ്യ വേലികളും മാത്രം. കീർത്തി, ഉണ്ണി, അനു, ബൈ മുത്തശ്ശി. ബൈ 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 മക്കളെ. ബൈ 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 ബൈ. സൂക്ഷിച്ചു പോണേ. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കോഫി എടുത്തോണ്ട് വരാം. കുട്ടികളെ എങ്ങനെയാ റെഡിയാക്കി സ്കൂളിൽ വിടേണ്ടതെന്ന് മനസ്സിലായോ കാർത്തികേ? ഇപ്പൊ മനസ്സിലായി അമ്മേ. പെണ്ണായി പിറന്നാൽ വീട്ടുജോലിയും പാചകവും മാത്രം അറിഞ്ഞാ പോരാ, കുട്ടികളെ പരിപാലിക്കാനും അറിയണം. കുട്ടികൾക്ക് അമ്മയുടെ പരിചരണമാണ് ആവശ്യം. എപ്പോഴും അമ്മയുടെ സാമീപ്യത്തിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. മനസ്സിലായോ? കാർത്തികയുടെ പ്രായത്തില് നിനക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു ജയന്തി? നിന്നെപ്പോലെ തന്നെ കാർത്തികയും പതിയെ പതിയെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നത്. ഏതൊരു പെണ്ണും ഒരിക്കൽ അമ്മയാവും. അമ്മ തന്റെ കുട്ടികളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും അറിഞ്ഞിരിക്കണം. ശരി അമ്മേ. വസുന്ധര, വസുന്ധര, വസുന്ധര എവിടെ പോയി? ഇനി വീണ്ടും അവനെങ്ങാനും വന്ന്? ഓ മൈ ഗോഡ്, വസുന്ധര, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഏട്ടാ? അല്ല, ഒന്നുമില്ല. രാവിലെ ഉണർന്നു നോക്കിയപ്പോ താൻ എവിടെയും കണ്ടില്ല. പെട്ടെന്നങ്ങ് പേടിച്ചുപോയി. പേടിക്കുന്ന എന്തിനാ? അത് പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ?
അതുമാത്രമല്ല ഞാൻ മദ്യപിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോഴാണെങ്കിൽ ആ ഹാങ് ഓവറിൽ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അല്ല, രാത്രി ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തില്ലല്ലോ, ഐ മീൻ ശല്യമൊന്നും ചെയ്തില്ലല്ലോ. എന്താണെന്ന് വെച്ചാ ഞാൻ രാത്രി മദ്യപിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഇന്നലെ രാത്രി നമുക്കിടയിൽ സംഭവിച്ചത് ഏട്ടൻ മറന്നുപോയോ? ഒന്നും ഓർമ്മയില്ലേ? എന്താടോ, ഇന്നലെ രാത്രി ഞാൻ തന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ? ഐ മീൻ തന്റെ മനസ്സ് വേദനിപ്പിച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ ഇതുവരെ അങ്ങനെ കുടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വല്ലാണ്ടങ്ങ് മദ്യപിച്ചു. തന്നെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഐ ആം എക്സ്ട്രീംലി സോറി. അബി, ഞങ്ങളെല്ലാരും ഇറങ്ങുന്ന അബി. ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങാൻ പോവാ. അല്ല അബി, നിനക്ക് വൈഫിനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ അവനെ ഇത്രയും തല്ലാൻ? ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. നീ ശരിക്കും ഗ്രേറ്റാടാ. നിന്നെ കണ്ട എല്ലാ ഹസ്ബൻഡ്സും ഇൻസ്പയർ ആവണം അബി. നിന്നെ പോലെ തന്നെ ലവ്, കെയറിംഗ്, അഫെക്ഷനൊക്കെയുള്ള പുരുഷന്മാരൊക്കെ വളരെ റെയർ ആണ്. സോറി, ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രണയമൊന്നുമില്ല, റെസ്പെക്റ്റ് ആണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ടുപേരും സെക്കൻഡ് മാരേജ് ആണെന്ന്. അവൾക്കൊരു മകനുണ്ട്, എനിക്ക് 2 പെൺമക്കളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി കല്യാണം കഴിച്ചിട്ട് പാരൻസ് ആയിട്ട് സെക്കൻഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. വി ആർ ജസ്റ്റ് പാരൻസ്, നോട്ട് എ കപ്പിൾ. വസുന്ധര കുട്ടികൾ വളരെ നന്നായിട്ടാണ് നോക്കുന്നത്, കുടുംബവും വളരെ നന്നായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് വസുവിനോട് ഇത്രയും റെസ്പെക്ട്. സ്നേഹവും പ്രണയവും ഒക്കെ ഞാൻ അവളുടെ അടുത്ത് വച്ചിരിക്കുന്ന ബഹുമാനത്തിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ടാ അവൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഇന്നലെ അമിത്തിന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യം വരാനും കാരണം ഇത് തന്നെ. അതെ ബി, ഭാര്യയെ റെസ്പെക്ട് ചെയ്യുക എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. നീ വളരെ ലക്കിയാ വസുന്ധരെ. അബി നിന്നെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം അബി. വസുന്ധരെ, വിഷ് യു ഗുഡ് ലക്ക്. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. ബൈ വസുന്ധരെ. ബൈ. ആ വസുന്ധര, നമുക്കെന്നാ ഇറങ്ങിയാലോ? വസുന്ധര, എന്താ ഏട്ടാ? എന്താ ഇത്ര ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്നാ പോയാലോ? വസു, കുറച്ചുനേരം റെസ്റ്റ് എടുത്തൂടായിരുന്നോ? എന്തിനാ ഇപ്പൊ താഴേക്ക് വന്നത്? കുഴപ്പമില്ല ചേച്ചി. ഒരു വിസിലും കൂടെ വന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തേക്ക് വസു. ഞാനത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാൻ രാത്രി മദ്യപിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല.
എന്താ വസു ഇത്? എന്തു പറ്റി അമ്മേ? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു? കിച്ചണിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചേനെന്ന് അറിയൂ നിനക്ക്? സോറി അമ്മേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിനു മാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത്? മറ്റുള്ളവരെ കുറിച്ചൊന്നും നിനക്ക് യാതൊരു ചിന്തയില്ല. നിന്റെ കാര്യത്തിലെങ്കിലും നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? അല്പം അടക്കോതുക്കായിട്ട് ഇരിക്ക്. ആളിവിടെയും മനസ്സ് മറ്റെവിടെയോ ആണ് നിന്റെ. ദിവസം തോറും നീ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റുന്നതല്ലാതെ നിനക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഭാവനെ? നീ പറയുന്നത് അവൾ കേൾക്കാതിരിക്കില്ലല്ലോ. ഞാൻ എത്ര പറഞ്ഞാലും അവൾ അതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കില്ല. ഇതിന് മാത്രം എന്ത് ആലോചനയാ വസു? അതുപോട്ടെ നീ എന്താ ഇത്ര ഡള്ളായിരിക്കുന്നെ? ഒന്നുമില്ല ചേച്ചി, അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് നീ എന്തോ മറച്ചു വെക്കാണ് വസു. എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് ചേച്ചിയുടെ അത്രയും അടുപ്പമുള്ള ഒരാള് എനിക്ക് വേറെ ആരാ ഉള്ളത്? എന്റെ അനിയൻ അവിടെ ഇല്ലേ? ആ അത് വിട്. ഇന്നലത്തെ പാർട്ടിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം കിട്ടി കാണുമല്ലോ. അന്ന് നിനക്ക് പറയാൻ പറ്റിയില്ല. ഇന്നലെങ്കിലും നിന്റെ മനസ്സിലുള്ളത് അബിയോട് പറയാൻ പറ്റിയില്ലേ? അബി എന്തു പറഞ്ഞു? നീ വന്ന ഉടനെ നിന്നോട് ഇത് ചോദിക്കണമെന്ന് കരുതിയതാ. ക്ഷീണിച്ചു വന്നതുകൊണ്ടാ ചോദിക്കാത്തത്. ഇനി പറ വസു, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചില്ലേ? I love you, Vasu. Love you forever and ever. പറയൂ വസു, അബിയോട് നീ അത് പറഞ്ഞായിരുന്നോ? പറയാനായിട്ട് ഒന്നുമില്ല ചേച്ചി. നീ എന്താ ഒന്നും ഇല്ലെന്ന് പറയുന്നേ? നിനക്ക് അബിയെ വലിയ ഇഷ്ടമല്ലേ? അബിക്ക് നിന്നെ വലിയ കാര്യമാണല്ലോ. സ്നേഹത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. കല്യാണത്തിൽ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉണ്ടാവും. ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്ത ഈ കല്യാണത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് അധികം നമ്മൾ ആലോചിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നേ? എന്തു പറ്റി വസു? ഒന്നുമില്ല ചേച്ചി, ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട. അപ്പോ ഇന്നലെ നീ അബിയോട് കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലേ? നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ നല്ലൊരു അവസരം കിട്ടിയതല്ലേ? ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഏട്ടനത് പറഞ്ഞു ചേച്ചി. എന്താ പറഞ്ഞത്? ഉണ്ണി, അനു, കീർത്തിക്ക് ഞങ്ങൾ അച്ഛനും അമ്മയുമാണ്. ആ 3 പേർക്ക് വേണ്ടിയാണ് ഞങ്ങളെ ഒരുമിച്ച് തന്ന്. അത്രേ ഉള്ളൂ. ദയവ് ഇതിനെ ഒന്നും ചോദിക്കരുത്. ഇതല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നമസ്കാരം സിസ്റ്റർ. എന്താ മാസ്റ്റർ ഗെറ്റപ്പൊക്കെ മാറ്റിട്ട് വന്നിരിക്കുന്നേ? ഇനി എനിക്ക് ഓൾഡ് ഗെറ്റപ്പിന്റെ ആവശ്യമില്ല സിസ്റ്റർ.
ഞാനായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം ഇവിടെ എല്ലാവരോടും പറയാനും ആഗ്രഹിക്കുന്നു. നല്ല തീരുമാനം എടുത്തിരിക്കുന്ന മാസ്റ്റർ. എപ്പോഴും നമ്മുടെ ഒറിജിനാലിറ്റിയാ നമ്മുടെ ശരിയായ അടയാളം. ആ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിരിക്കുന്നത് സിസ്റ്റർ. അതുമാത്രമല്ല, നിങ്ങളുടെ സുമംഗലി ഇളയമ്മ മുടക്കിയ എൻ്റെ കല്യാണം നിങ്ങളിടപെട്ട് അത് നല്ല രീതിയിൽ നടത്തി തന്നില്ലേ? എന്നെക്കുറിച്ച് പെണ്ണു വീട്ടുകാരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കല്യാണം നടത്തി തന്നത് നിങ്ങളല്ലേ? അതിന് നിങ്ങളോട് താങ്ക്സ് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്റെ ഇളയമ്മ നിങ്ങളുടെ കല്യാണം മുടക്കണമെന്ന് തീരുമാനിച്ചത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാ. നല്ലവർക്ക് ദോഷം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞത്. നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് വരണം സിസ്റ്റർ. ഉറപ്പായിട്ടും വരും. ഞാനും ഏട്ടനും കുട്ടികളും വന്നിരിക്കും. താങ്ക് യു സിസ്റ്റർ. നിങ്ങളുടെ ഓൾഡ് ഗെറ്റപ്പിനെ കുറിച്ച് വീട്ടിലെല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഷെടി വാസു, ഞാൻ മുടക്കിയ എന്റെ മാഷ്ട കല്യാണം നീ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുത്തല്ലേ? അത് മാത്രല്ല, മാഷ് വയസ്സനല്ലെന്നും യങ്ങായിരുന്നെന്നും നിനക്ക് നേരത്തെ അറിയായിരുന്നു. എന്നെ നീ ചതിക്കായിരുന്നല്ലടി. നിന്നെ ഞാൻ വിടില്ലടി. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. സമയം 10 ആകാറായി, എന്നിട്ടും വന്നില്ല. ഇത്രയും ലേറ്റായിട്ട് വന്നിട്ടുമില്ല. എന്തായിരിക്കും കാരണം? ഏട്ടന്റെ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണല്ലോ പറയുന്നത്. ഏട്ടൻ ഇത് എവിടെയാ? ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടുമില്ല.